സ്പേസ് ചാനലിൻ്റെ ചലോ ബത്ലഹേം എന്ന പരിപാടിയുടെ 6ാമത്തെ എപ്പിസോഡിലേക്ക് നമ്മൾ കടക്കുകയാണ്. പുൽക്കൂടിൻ്റെ പുണ്യമാണ് നമ്മുടെ വിഷയം. പുൽക്കൂട് എങ്ങനെ ഈ ലോക ചരിത്രത്തെ രക്ഷാകര ചരിത്രമാക്കി മാറ്റി എന്ന്, അതിൻ്റെ ടേണിംഗ് പോയിന്റ്, അതിൻ്റെ ട്വിസ്റ്റ് മുഴുവൻ പുൽക്കൂട്ടിലാണ്. ബത്ലഹേമിലെ സംഭവിച്ച ആ അത്ഭുത ജനനം അതാണ്. നമുക്കറിയാം, ദാവീദിൻ്റെ രാജവംശം, ദാവീദിൻ്റെ രാജകുടുംബവും ദാവീദിൻ്റെ രാജപദവിയും എല്ലാം ആഘോഷിച്ചിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. ദാവീദിന് അതെല്ലാം നഷ്ടപ്പെട്ടു പോയി. തൻ്റെ രാജ്യത്വവും പ്രൗഢിയും പ്രശംസയും എല്ലാം നഷ്ടപ്പെട്ടു. അതിനോടൊപ്പം നഷ്ടപ്പെട്ട ഒരു സംഭവമാണ് ദൈവജനം. ദൈവജനം ആകെ ചിന്നിച്ചെതറിപ്പോയി. ദൈവജനത്തിൻ്റെ മേലെ ആക്രമണങ്ങളുണ്ടായി. ഇസ്രായേൽ വംശത്തിൻ്റെ മേലെ ആക്രമണമുണ്ടായി, കടന്നുകയറ്റമുണ്ടായി. അവർക്ക് അവരുടെ തന്നെയായ മതത്തെക്കുറിച്ച്, ദൈവത്തെക്കുറിച്ച് സ്വതന്ത്രമായിട്ട് പറയാനോ ചിന്തിക്കാനോ പറ്റാത്ത കാലഘട്ടം. ഇവിടെയാണ് ദൈവജനത്തിൻ്റെ മുഴുവൻ പ്രത്യാശ കൊടുത്തുകൊണ്ട് ദൈവം ഇതെല്ലാം തിരിച്ചു പിടിക്കുകയാണ്. ഈ ലോക ചരിത്രത്തിൻ്റെ അത് രക്ഷാകര ചരിത്രമാക്കി മാറ്റുന്ന സംഭവമാണ്. അതിൽ മാതാവിൻ്റെയും ഔസേപിതാവിൻ്റെയും ആ തിരുക്കുടുംബത്തിൻ്റെ സാന്നിധ്യം, തിരുക്കുടുംബത്തിൻ്റെ നടുവിലേക്ക് പിറന്നു വീഴുന്ന യേശു ഈ ചെറിയൊരു അണുവാണ്, ഈ ചെറിയൊരു കുടുംബമാണ്, ചെറിയൊരു തിരുക്കുടുംബമാണ് ഈ മനുഷ്യ ചരിത്രത്തെ, ഈ ലോക ചരിത്രത്തെ രക്ഷാകര ചരിത്രമാക്കി മാറ്റിയത്. യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ദൈവം തമ്പുരാൻ ഈ ലോകത്തെ അത്യധികമായി സ്നേഹിച്ചു. അങ്ങനെ സ്നേഹിച്ചതുകൊണ്ട് തൻ്റെ പ്രിയപുത്രനെ ഈ ലോകത്തിലേക്ക് അയക്കുന്ന ദൈവം, ദൈവത്തിൻ്റെ പ്രത്യാശയാണ് നമ്മുടെ പ്രത്യാശ. നമ്മുടെ പ്രത്യാശയാണ് നമ്മുടെ ചരിത്രം. നമ്മുടെ ചരിത്രത്തെ പോലും മാറ്റിമറിച്ച ഒരു വലിയ സംഭവത്തിൻ്റെ മുൻപിൽ നമുക്ക് തലകുനിക്കാം.